ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം. പുരുഷ വനിതാ വിഭാഗ ഫൈനലിൽ ഇന്ത്യൻ ടീം ജയിച്ചു. രണ്ട് ഫൈനലിലും ഇറാനായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. പുരുഷ വിഭാഗം കബഡിയിൽ തുടർച്ചയായ 7ാം സ്വർണമാണിത്. ഇതോടെ ഇഞ്ചോണിൽ ഇന്ത്യ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 11ആയി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഒരു വെള്ളി കൂടി. ഹാമർ ത്രോയിൽ മഞ്ജു ബാല നേടിയ വെങ്കലം വെള്ളിയായി മാറി. വെള്ളി മെഡൽ നേടിയ ചൈനീസ് താരം അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്നാണ് മഞ്ജു ബാല വെള്ളി മെഡലിന് അർഹയായത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇഞ്ചോണിൽ ഇന്ത്യൻ സംഘത്തിന്റെ പ്രകടനം നിരാശാജനകമാണ്. മെഡൽ പട്ടികയിൽ 2 സ്ഥാനം താഴേക്കിറങ്ങിയ ഇന്ത്യയുടെ ആകെ നേട്ടത്തിൽ ഇത്തവണയുണ്ടായത് 8 മെഡലുകളുടെ കുറവാണ്. ഇസ്ലാമിനെ അതിന്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളാൻ വിശ്വാസി സമൂഹം ബാധ്യസ്ഥരാണെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി അറഫ ദിന പ്രഭാഷണത്തിൽ ആഹ്വാനം ചെയ്തു. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പങ്കെടുക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാരായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി തൃശൂരിൽ നിന്ന്, ഫൈസൽ അസ്ഹരി കൊച്ചി സ്റ്റുഡിയോയിൽ, ഡോക്ടർ ഹുസൈൻ മടവൂർ അറഫയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഇസ്ലാമിനെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളാൻ വിശ്വാസി സമൂഹം ബാധ്യസ്ഥരാണെന്നാണ് ഇന്ന് സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ ആഹ്വാനം. എന്താണ് ഈ സന്ദേശം ലക്ഷ്യം വയ്ക്കുന്നത്? ഇസ്ലാമിൻ്റെ സമഗ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ ജീവിതത്തിൽ ഇസ്ലാമിക ജീവിതം സമഗ്രമായ അർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തെ പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഒരു വിശ്വാസിയുടെ ജീവിതം സമ്പൂർണ്ണമായ ഇസ്ലാമിക വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് അതിൻ്റെ സമഗ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വിശാലമായ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലേക്കെല്ലാം ഒരു വ്യക്തി ആ അർത്ഥത്തിൽ ബന്ധപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചയാവാമെങ്കിലും ഏറ്റവും പ്രധാനം, വളരെ അടിയന്തരമായും നടക്കേണ്ടത് വ്യക്തിയുടെ സമഗ്രതലത്തിലുള്ള ഇസ്ലാമിക ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയിലും ശുദ്ധമായൊരു ഇസ്ലാമിക വ്യക്തിത്വം ഉണ്ടാകുന്നത് വഴി സാമൂഹിക ജീവിതത്തിലും അത് സ്വാഭാവികമായും ലോക അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വിശുദ്ധിയിലേക്കും നന്മയിലേക്കും അത് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു മതമായി പ്രവാചക ജീവിതത്തിൻ്റെ ശരിയായ മാതൃകയായി അവതരിപ്പിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ സന്ദേശം നൽകേണ്ടത്. ഹലോ, ഫൈസൽ അസ്ഹരി, ഇസ്ലാമിനെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളണമെന്ന് മാത്രമല്ല, മുസ്ലിം ലോകത്തെമ്പാടും ആഭ്യന്തര ശൈഥില്യങ്ങളും കാൽഷ്യങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം ജാഗരൂകരായി ഇസ്ലാമിക ഐക്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്യുന്നുണ്ട് അറഫ പ്രഭാഷണത്തിൽ. സൗദി ഗ്രാൻഡ് മുഫ്തി അത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരേ സമയം അദ്ദേഹം ഇസ്ലാമിന്റെ സമഗ്രതയെ ഊന്നിപ്പറയുകയാണ്. ഇസ്ലാമിന്റെ സമഗ്രത എന്ന് പറയുന്നത് ശ്രീ ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസ് സൂചിപ്പിച്ച പോലെ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇസ്ലാമിനെ ഉൾക്കൊള്ളുക എന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തെ കൂടി ഇസ്ലാമിന്റെ നിയമത്തിന്റെ കീഴിൽ, ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ കീഴിൽ കൊണ്ടുവരിക എന്നതും ഇസ്ലാമിന്റെ സമഗ്രതയുടെ തന്നെ ഭാഗമാണ്. കാരണം വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ, ദൈവിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിക്കപ്പെടണമെങ്കിൽ, വ്യക്തിക്ക് ധാർമ്മിക മൂല്യമുള്ളവനായി ജീവിക്കണമെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ കൂടി അതിന് അനുകൂലമായി മാറേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദുഷിച്ച വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിയെ നമുക്ക് ധാർമ്മിക മൂല്യമുള്ളവനാക്കി മാറ്റാൻ കഴിയില്ല. ബോധവൽക്കരണത്തോടൊപ്പം വ്യക്തിയെ സംസ്കരിക്കുന്നതോടൊപ്പം ആ വ്യക്തിയുടെ സംസ്കരണം മുന്നോട്ടു പോകുന്നതിന് സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടി, അതിന്റെ മണ്ണൊരുക്കം കൂടി നടത്തേണ്ടതുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ പ്രസ്താവന, മുസ്ലിം ലോകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന ആഭ്യന്തര ശൈഥില്യം. യഥാർത്ഥത്തിൽ നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ മുസ്ലിം ലോകത്ത് ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ISIS എന്ന് പറയുന്ന ഒരു വിമത സുന്നി ഗ്രൂപ്പ്, അവർ യഥാർത്ഥത്തിൽ സുന്നി എന്ന് പറയുന്നത് ഷിയാക്കളല്ല എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ അവർ മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളിലെ തന്നെ സലഫി ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ലോകമെമ്പാടുമുള്ള സലഫി
ഗ്രൂപ്പുകളിൽപ്പെട്ട അതിതീവ്രമായ നിലപാട് പുലർത്തുന്ന ഒരു സലഫി ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ അബൂബക്കർ ബാഗ്ദാദിയുടെ നേതൃത്വത്തിലുള്ള ISIS എന്ന് പറയുന്നത്. അപ്പൊ അത്തരമൊരു തീവ്ര സ്വഭാവമുള്ള സലഫി ഗ്രൂപ്പിനെതിരെ സലഫി ആശയത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി തന്നെ അവരെ എതിർക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഈ ശൈഥില്യങ്ങൾക്ക് കാരണക്കാരായ അവരുടെ ഈ പ്രവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചതും അതിനെതിരെ മുസ്ലിം ലോകം ജാഗരൂകരായി നിലകൊള്ളണമെന്ന ആഹ്വാനവുമൊക്കെ തീർച്ചയായും നമുക്ക് ഏറെ പരിഗണിക്കാവുന്നതാണ്. മുസ്ലിം ലോകത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദേശമായിട്ട് കൂടി നമ്മൾ അതിനെ ഈ സന്ദർഭത്തിൽ വായിക്കേണ്ടതുണ്ട്. റൈറ്റ് ഫൈസൽ അസരി മടങ്ങിയത് താങ്കളിലേക്ക്. ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഈ ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുന്നതിന് 1-2 ദിവസം മുൻപ് ഇതേ ഗ്രാൻഡ് മുഫ്തി തന്നെ പറഞ്ഞിരുന്നു ഹജ്ജിനെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറാൻ അനുവദിക്കരുത് എന്ന്. ഹജ്ജ് തികച്ചും ആത്മീയവും മതപരവുമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രകടനങ്ങളോ പരാമർശങ്ങളോ നടത്തരുതെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തിരുന്നു. അതേ ഗ്രാൻഡ് മുഫ്തി തന്നെയാണ് അറഫാ ദിന പ്രഭാഷണത്തിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യമുള്ളത് എന്ന് തോന്നിക്കുന്ന ഇവിടെ സൂചിപ്പിച്ച ഈ പരാമർശം നടത്തിയിട്ടുള്ളതും. ഇത് ന്യായീകരിക്കാവുന്നതാണ്. അല്ല, ആ പ്രസ്താവനയിൽ നിന്ന് ഇതെല്ലാം വായിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതായത് ഇസ്ലാം സമഗ്രാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുക എന്നതുകൊണ്ട് ഏറ്റവും അടിയന്തിരമായി നടപ്പിലാക്കപ്പെടേണ്ടത് വ്യക്തിയുടെ ജീവിത വിശുദ്ധിയാണ്. ഏത് സാമൂഹിക വ്യവസ്ഥയിലും വ്യക്തി വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ പൂർവ്വകാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിക ഖിലാഫത്ത് തന്നെ ആകെ ഒരു 4 പേരിൽ ഒതുങ്ങി നിൽക്കുകയും പിന്നീട് അതിനുശേഷം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ രാജാധിപത്യം വരികയും ഒക്കെ ചെയ്ത കാലങ്ങളുണ്ട്. ഇടക്കിടക്ക് ഉണ്ടായിത്തീർന്ന രാഷ്ട്രീയമായി മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ഖിലാഫത്തിന്റെ അതേ ശുദ്ധിയോടുകൂടെ വരുന്ന ചില ഭരണാധികാരികൾ ഉണ്ടാവുകയും ചെയ്തതൊഴിച്ചാൽ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഉണ്ടായ രാഷ്ട്രീയമായ മാറ്റങ്ങൾ അനിസ്ലാമികമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക പൂർണ്ണമെന്നോ പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതാണ്. പക്ഷെ അവിടെയെല്ലാം വ്യക്തിവിശുദ്ധി കൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഈ പ്രസ്താവനയെ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമഗ്രാടിസ്ഥാനത്തിലെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ മണ്ണൊരുക്കൽ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വ്യാഖ്യാനത്തിന്റെ കൗശലം മാത്രമായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിക്കും. അതിനേക്കാളേറെ ഏറ്റവും പ്രധാനം വ്യക്തിയുടെ സമഗ്രമായ ഇസ്ലാമിക വിശുദ്ധി ഉണ്ടാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഗ്രാൻഡ് മുഫ്തി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ പറയപ്പെടുന്ന തരത്തിൽ ഈ വ്യക്തി നന്നാവുന്നിടത്ത് നിന്ന് തന്നെയാണ് രാഷ്ട്രീയമായും സാമൂഹികമായും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഇറാഖിൽ നടക്കുന്ന മാറ്റം ഇസ്ലാമികമെന്ന് പറയാവുന്ന ഒരു ന്യായീകരണവും കാണാൻ സാധിക്കാത്തതാണ്. ഒന്ന്, നമ്മുടെ പൂർവ്വകാലത്തെ സ്മരണകളെ മുഴുവൻ നശിപ്പിച്ചെടുക്കാവുന്ന തരത്തിൽ ഈ സലഫി മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന അതിതീവ്രമായ ഒരു മൂവ്മെന്റാണ് ഇന്ന് ഇറാഖിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യത്വപരമൊന്നും പറയാൻ സാധിക്കാത്ത വാർത്തകൾ ശരിയെങ്കിൽ, മാധ്യമങ്ങൾ പറയുന്നത് ശരിയെങ്കിൽ, ആധുനിക മീഡിയകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ചിത്രങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ അതിന് ഇസ്ലാമുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്തതാണ്. ഈ അർത്ഥത്തിൽ വ്യക്തിയെ തന്നെ നന്നാക്കിയാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിന് ചെയ്യാൻ സാധിക്കും. അതിനെ മറ്റൊരു വിശാലമായ ക്യാൻവാസിൽ വരച്ച് അതിനൊരു രാഷ്ട്രീയമായ ഒരു മണ്ണൊരുക്കത്തിന്റെ അത്തരത്തിലൊരു ചിന്തയുടെ തന്നെ ഒരു പശ്ചാത്തലമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നിടത്ത് മാത്രമാണ് ഗ്രാൻഡ് മുഫ്തിയുടെ വാക്കുകളിൽ രാഷ്ട്രീയം കാണേണ്ടതുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഡോക്ടർ ഹുസൈൻ മടവൂരുണ്ട് ടെലിഫോൺ ലൈനിൽ. അറഫയിൽ നിന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ ചേരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, ഇന്ന് ഗ്രാൻഡ് മുഫ്തിയുടെ അറഫാ ദിന പ്രഭാഷണം താങ്കൾ ശ്രവിച്ചു കാണുമെന്ന് കരുതുന്നു. മുൻപ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയമായ പരാമർശങ്ങളോ രാഷ്ട്രീയമായ പ്രകടനങ്ങളോ അറഫാ ദിനത്തിൽ ഹജ്ജ് കർമ്മവേളകളിൽ നടത്തരുത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അതേ ഗ്രാൻഡ് മുഫ്തി തന്നെയാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ രാഷ്ട്രീയമെന്ന് തോന്നിപ്പിക്കാവുന്ന ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇറാഖിലെയും യമനിലെയും സമകാലീന സംഭവവികാസങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക സമൂഹത്തിൽ കാലുഷ്യങ്ങൾ ഉണ്ടാക്കുന്ന, ആഭ്യന്തര ശൈഥില്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും വിശ്വാസികൾ ഏർപ്പെടരുത്, അതിൽ നിന്ന് ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഒരേ സമയം തന്നെ തൻ്റെ മുൻ പ്രസ്താവനയെ ಖಂಡಿക്കുകയാണോ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം ചെയ്തത്? ഈ പ്രസ്താവന വളരെ ശരിയാണ്. കാരണം ഇതൊരു ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് മതപരമായ ഒരു ആരാധനയും പ്രാർത്ഥനയും കഴിഞ്ഞുകൂടേണ്ട ഒരു സമയമാണ്. ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും പല ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഈ ഹജ്ജ് വേളയിൽ കൊണ്ടുവന്ന് കൂടെ കണക്ക് തീർക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയാൽ ഈ ആരാധനയുടെ രൂപം മാറും. ചില രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ പ്രകടനം നടത്താനും നോട്ടീസ് വിതരണം ചെയ്യാനുമൊക്കെ ഈ ഹജ്ജ് വേള ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടാണ് വളരെ ശക്തമായ നിലയ്ക്ക് സൗദി അധികൃതർ
അതിനെ തടയിടാൻ ശ്രമിച്ചത്. മുഫ്തിയുടെ പ്രസംഗത്തിൽ പറഞ്ഞതും വ്യക്തിശുദ്ധീകരണവും ശാന്തമായ ജീവിതവും ഉണ്ടാകണമെന്നാണ്. മാത്രമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ മൂലം കഷ്ടപ്പെടുന്നത് ആ നാട്ടിലെ പൗരന്മാരാണ്. ആ പൗരന്മാരിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വേളകളിൽ ഈ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം മുഫ്തി നടത്തിയിട്ടുള്ളത് വളരെ സാന്ദർഭികമാണ്. അത് തന്നെയാണ് ഇതുപോലുള്ള ഒരു വലിയ ഒരുമിച്ച് കൂടലിൽ മുസ്ലിം ലോകത്തിന് നൽകാനുള്ള സന്ദേശവും. രാഷ്ട്രീയ വ്യത്യാസങ്ങളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ വ്യക്തിപരമാണ്. അത് ആളുകൾക്ക് അവർ സംഘടിപ്പിക്കുകയോ അത് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും ഉണ്ടാകും. എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലത്ത് ഇത് ആരാധനയായും പ്രാർത്ഥനയായും ഹജ്ജായും മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയന്ത്രണം അത്യാവശ്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ ഹുസൈൻ മടവൂർ, ഇസ്ലാമിനെ അതിന്റെ സമഗ്രമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നും വ്യക്തിജീവിതത്തിൽ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ വിശ്വാസികൾ സന്നദ്ധരാവണമെന്നും ഇന്ന് അറഫാ ദിനപ്രഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് അറബ് മേഖലയിലെ ഭരണാധികാരികൾക്കുള്ള ഒരു ഉപദേശമോ മുന്നറിയിപ്പോ ആണോ? ഡോക്ടർ ഹുസൈൻ മടവൂർ, റൈറ്റ്, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഫൈസൽ അസ്ഹരി, ഇന്നത്തെ ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഭാഷണത്തിലെ മുഖ്യ പ്രമേയം തന്നെ ഇതായിരുന്നു: ഇസ്ലാമിൻ്റെ സമഗ്രത, ഇസ്ലാമിൻ്റെ സാർവലൗകികത. ഇത് വിശ്വാസികൾ സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല പൊതുജീവിതത്തിലും പിന്തുടരാൻ ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇത് ആരെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് ഒരു മൗലിക പ്രശ്നമായി നാം കാണേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഗ്രാൻഡ് മുഫ്തി ഇന്ന് അദ്ദേഹത്തിന്റെ അറഫാ പ്രസംഗത്തിൽ ഈ വിഷയം പറഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് വ്യാഖ്യാനിച്ചെടുത്തുകൊണ്ടല്ല ഞാൻ നേരത്തെ സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കത്തെപ്പറ്റി സംസാരിച്ചത്. ഗ്രാൻഡ് മുഫ്തി പറഞ്ഞാലും ഇല്ലെങ്കിലും ഇസ്ലാമിന് ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ഉള്ളടക്കമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയാതിരിക്കാൻ ഒരു യഥാർത്ഥ മതപണ്ഡിതന് സാധ്യമല്ല. വ്യക്തിജീവിതത്തിൽ ഇസ്ലാമിന്റെ സമ്പൂർണത എന്ന് പറയുമ്പോൾ വ്യക്തി മാത്രം എങ്ങനെ നന്നാകുമെന്നൊരു ചോദ്യമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമസ്കരിക്കുവാൻ വിശ്വാസികളോട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാം മാറി നിൽക്കുകയല്ല ചെയ്തത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താൻ ആവശ്യമായ ഒരു സംവിധാനം, ഒരു സാമൂഹ്യ സംവിധാനം സ്ഥാപിക്കാൻ കൂടി പറഞ്ഞു.